രാവിലെ നീ ഉറക്കമുണർന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മകനെ, ഞാൻ നിൻ്റെ സമീപത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്ന് എന്നെ ഓർമ്മിക്കാനോ എന്നോട് ഗുഡ് മോർണിംഗ് പറയാനോ നിൽക്കാതെ നീ വളരെ തിരക്ക് പിടിച്ച് ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു, ചായ കുടിച്ച ശേഷം കുറച്ച് സമയം എന്തായാലും എനിക്കൊപ്പം ഇരിക്കാൻ വരാതിരിക്കില്ല. എന്നാൽ ചായ കുടിച്ച് നീ വളരെ തിരക്ക് പിടിച്ച് കുളിക്കാൻ പോയി. ഞാൻ അപ്പോഴും പ്രതീക്ഷിച്ചു, കുളിച്ചു കഴിഞ്ഞ ശേഷം കുറച്ച് സമയമെങ്കിലും നീ എന്നെ ഓർമ്മിക്കാതിരിക്കില്ല. ഇന്നലെ ഞാൻ നിനക്ക് തന്ന എല്ലാ സർവീസിനും ഒരു താങ്ക്സെങ്കിലും എന്നോട് പറയാതിരിക്കില്ല. പക്ഷേ നിനക്കപ്പോഴും സമയമില്ലായിരുന്നു. നീ വളരെ വേഗത്തിൽ ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തിരക്കിലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓഫീസിലേക്കുള്ള പേപ്പറുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി, കണ്ടെത്താൻ വേണ്ടി, സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നീ ഓടി പരക്കം പാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോഴെങ്കിലും ഭഗവാനെ എനിക്കൊരു സഹായം തരൂ, നീ ഓർക്കുമായിരിക്കാം, അല്ലെങ്കിൽ എന്നോടൊരു താങ്ക്സ് പറയായിരിക്കാം. നിനക്ക് സമയമേ കിട്ടിയില്ല. നീ വളരെ ബിസിയായിരുന്നു. എല്ലാ സാധനങ്ങളും എടുത്ത് ഓടി നീ ബസ്സിൽ കയറിയിരുന്നു. നീ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ഒരു തിരക്കും ഇല്ലല്ലോ, എന്തായാലും എന്നെ ഓർമ്മിക്കാൻ വേണ്ടി കുറച്ച് സമയം ഇപ്പോഴെങ്കിലും കണ്ടെത്തുന്നു കരുതി. പക്ഷെ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കാനും മൊബൈലിൽ കളിക്കാനും മാത്രമേ നിനക്ക് സമയം ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നീ അപ്പോഴും എന്നെ മറന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു, സാരല്ല, ഓഫീസിൽ ചെന്ന് ജോലി ആരംഭിക്കും മുന്നെങ്കിലും എന്നെ ഓർക്കാതിരിക്കില്ല. പക്ഷേ ഓഫീസിലെത്തുമ്പോഴേക്കും നീ മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു, മറ്റുള്ളവരോട് ഗുഡ് മോർണിംഗ് പറയുന്ന തിരക്കിലായിരുന്നു, ജോലികൾ വ്യാപൃതനായിരുന്നു. അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു, സാരമില്ല, എൻ്റെ ആ സാമീപ്യം ഒരു പക്ഷേ അറിയാഞ്ഞിട്ടായിരിക്കാം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ സാമീപ്യം അറിയുമല്ലോ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ശേഷം നീ ഇരിക്കുന്ന സമയത്തെങ്കിലും എന്നെ ഓർമ്മിക്കും, അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ മുന്നിലിരിക്കുമ്പോഴെങ്കിലും എന്നെ ഓർമ്മിക്കും എന്ന് ഞാൻ കരുതി. പക്ഷേ ആഹാരത്തിൻ്റെ മുന്നിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓർക്കാതെ നീ ഒറ്റയ്ക്ക് എല്ലാ ആഹാരവും കഴിച്ചു. അത് കഴിഞ്ഞ ശേഷവും കസേരയിൽ നീ വെറുതെ ഇരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചു. അപ്പോഴെങ്കിലും എന്നെ ഓർമ്മിക്കും എന്ന് ഞാൻ തീർച്ചയായും പ്രതീക്ഷിച്ചു. അപ്പോഴും നിനക്ക് എന്നെ ഓർമ്മിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം വീട്ടിലേക്ക് വേണ്ടി നീ വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ എല്ലാം കഴിഞ്ഞു, മനസ്സൊക്കെ ഇപ്പോൾ സമാധാനമായി, ഇപ്പോഴെങ്കിലും എന്നെ ഓർമ്മിക്കും എൻ്റെ പുത്രൻ എന്ന് ഞാൻ തീർച്ചയായും ആശിച്ചു. അപ്പോഴും നിനക്ക് തിരക്കായിരുന്നു. എന്നെ ഓർമ്മിക്കാനുള്ള സമയം നിനക്കുണ്ടായില്ല. വീട്ടിൽ വന്നു, ഫ്രഷായി, വീട്ടുകാരോടൊക്കെ സംസാരിച്ചു, റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇപ്പോഴെങ്കിലും എന്നോട് കുറച്ചൊന്ന് മിണ്ടും എന്ന് ഞാൻ കരുതി. അപ്പോഴും നിനക്ക് TV കാണുന്നതിൽ തിരക്കായിരുന്നു. ഞാൻ ദിവസം മുഴുവൻ നിൻ്റെ കൂടെ കാത്തു നിന്നു. നീ രാത്രിയിൽ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞു. അപ്പോഴും എന്നോട് ഗുഡ് നൈറ്റ് പറയാൻ നീ ഓർത്തതേയില്ല. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്നോട് സംസാരിക്കാൻ നീ സമയം കണ്ടെത്തും എന്ന് ഞാൻ കാത്തിരുന്നു. ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് ഒരിക്കലെങ്കിലും നിന്നോട് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എപ്പോഴെല്ലാം നിനക്ക് സമയം വന്നോ അപ്പോഴെല്ലാം നീ മറ്റു കാര്യങ്ങൾ വ്യാപൃതനായി. ഒരിക്കലെങ്കിലും എന്നോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയില്ല. വല്ലപ്പോഴും നിനക്ക് ആവശ്യം വരുമ്പോൾ നീ ഓടിയെത്തും, എൻ്റെ അടുത്ത് തല താഴ്ത്തി നിന്ന് പോവും. അപ്പോഴും എൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള സമയം പോലും നിനക്കുണ്ടാവില്ല. അത്രയും നീ ബിസിയായിപ്പോയി. ഇങ്ങനെ തിരക്കിൽ ഓടി എവിടെ ചെന്നെത്തുന്നു, എന്ത് സംഭവിക്കുന്നു പോലും അറിയുന്നില്ല. അപ്പോഴും എന്നെ കാണാനോ കേൾക്കാനോ നിനക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട പുത്രന്മാരോട് എനിക്ക് പറയാനുണ്ട്. ദിവസത്തിൽ എപ്പോഴെങ്കിലും കുറച്ച് സമയം എന്നോട് കൂടെ ഇരിക്കാനും എന്നോട് സംസാരിക്കാനും ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തിനു വേണ്ടി നീ വന്നു എന്ന് തിരിച്ചറിയാനും നിനക്ക് സാധിക്കുമെങ്കിൽ അവസാനം ഒരിക്കലും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ല, ഒരിക്കലും ഇങ്ങനെ വിഷമിക്കേണ്ടി വരില്ല. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് എനിക്കൊന്നുമില്ലല്ലോ എന്ന് നീ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ വരില്ല. അതുകൊണ്ട് ദിവസത്തിൽ കുറച്ച് സമയം എപ്പോഴെങ്കിലും ഈ ജീവിതം എന്തിനു ജീവിക്കുന്നു, എന്താണിതിൻ്റെ ഉദ്ദേശം, ആര് നിനക്കത് തന്നു എന്നൊക്കെ ഓർത്തുകൊണ്ട് കുറച്ച് സമയം ചിലവഴിക്കും എന്ന് ആശിച്ചുകൊണ്ട് ഈ അച്ഛൻ്റെ കത്ത് നിർത്തട്ടെ.